കഴിഞ്ഞ ദിവസമുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ കർശന നിലപാടുമായി രാജ്ഭവൻ. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടയാൻ ശ്രമിച്ചില്ല. ഇത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം വേണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിന് മുന്നിൽ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം കണ്ടതാണ്. അത് അതിരുകടക്കുന്ന സാഹചര്യമുണ്ടായി. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് ബാരിക്കേഡ് മറികടന്ന് കവാടത്തിനരികിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ അവിടെയെല്ലാം പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. എന്തായാലും അതിന്മേൽ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണോ രാജ്ഭവൻ? രോഹിണി, കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന പരിപാടി പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നിടത്ത് ഭാരതാംബയുടെ ചിത്രം വച്ചതിനെ തുടർന്ന് തുടങ്ങിയ വിവാദങ്ങളായിരുന്നു. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെടുകയും അത് സംഘാടക സമിതി അത് സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുമ്പോഴാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് സർവകലാശാല തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും തുടർന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ, അതായത് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തന്നെ രാജ്ഭവനിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത്. പോലീസ് എല്ലാ രാജ്ഭവന്റെ മുമ്പിലേക്കും, അതായത് രാജ്ഭവനെ എപ്പോഴും രാജ്ഭവന്റെ ഒരു 100 മീറ്റർ ഇപ്പുറത്തേക്കായിരിക്കും ഈ സമരങ്ങളെല്ലാം തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ആ ബാരിക്കേഡിനെയും അല്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് എസ്എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് എങ്ങനെയാണ് ഈ സമരക്കാർക്ക് കടന്നു കയറാൻ സാധിച്ചതെന്നാണ് പ്രധാനമായും രാജ്ഭവൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ DGPക്ക് ഒരു കത്ത് രാജ്ഭവൻ നൽകിയിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ കടന്നുകയറിയ പ്രവർത്തകർക്കെതിരെയും ഒരു നിയമ നടപടി ഉണ്ടാകണമെന്നാണ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ രാജ്ഭവൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് DGPയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന കാര്യം അടക്കം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്ഭവൻ വലിയ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇത്തരത്തിൽ സമരക്കാരെ കടത്തിവിടുന്നത്, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സമരമായാലും അത് അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടത്തിവിടുന്നത് അത് നിയമപരമായി അത് നിയമത്തിന് വീഴ്ച സംഭവിക്കുന്നതാണ്, സുരക്ഷാ വീഴ്ചയാണ് എന്നതാണ് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വരും ദിവസങ്ങളിൽ ഇതിന്റെ നിലപാട് കടുപ്പിക്കാൻ രാജ്ഭവൻ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.